ഡൽഹിയിൽ വായു മലിനീകരണം വീണ്ടും രൂക്ഷമാകുന്നു എന്ന വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നു. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400 മുകളിലാണ്. പലയിടങ്ങളിലും ശക്തമായ പുകമഞ്ഞ് അനുഭവപ്പെടുന്നുണ്ട്. താപനിലയിലെ ഇടിവും കാറ്റിൻ്റെ വേഗം കുറഞ്ഞതായും മലിനീകരണ തോത് ഉയർത്തിയതിന് കാരണമാണ്. ഗാസിയാബാദ്, നോയിഡ, ഫരീദാബാദ്, ഗുരുഗ്രാം തുടങ്ങി പല സ്ഥലങ്ങളിലും മലിനീകരണം അപകടാവസ്ഥയിലാണെന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നു. വീണ്ടും രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ ഇൻഡെക്സ് 500 വരെ എത്തിയിരുന്നല്ലോ, ഇപ്പോൾ അതിന് ആശ്വാസമായോ? SK, ഈ 400 എന്നത് തന്നെ വളരെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ 500ലേക്ക് എത്തിയിരുന്നത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ ഈ 400 ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ആൾക്കാർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ പിന്നിൽ കാണാം, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോലും വ്യക്തതയില്ലാത്ത വിധത്തിലേക്കാണ് ഈ അന്തരീക്ഷം നിൽക്കുന്നത്. ശ്വാസം മുട്ടി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നു എന്നുള്ളതാണ് ഡൽഹിയും പരിസര മേഖലകളിലെ ആളുകളെ സംബന്ധിച്ചും അവരുടെ ഒരു അവസ്ഥ. ശ്വാസകോശ രോഗബാധിതരായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ നവജാത ശിശുക്കളുടെയൊക്കെ കാര്യം ആണ് ഏറെ വിഷമകരമായിട്ട് ഉള്ളത്. അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്വാസകോശ അസുഖങ്ങൾക്കുപരി കോവിഡും പല മേഖലകളിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഡൽഹിക്ക് ശ്വാസം മുട്ടുന്നു. രാജ്യ തലസ്ഥാനത്തിനും സമീപ മേഖലകൾക്കും ജനങ്ങൾക്ക് നല്ല വായു ഇല്ലാത്ത ഒരു അവസ്ഥ, ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഈ പുകമഞ്ഞ് ഒരാവരണം പോലെ ഡൽഹിയെയും ഡൽഹിയുടെ പരിസര മേഖലകളെയും ബാധിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിലും ഇപ്പോൾ ലഭ്യമാകുന്ന കാലാവസ്ഥാ സൂചന അനുസരിച്ചുകൊണ്ട് ഈ മലിനീകരണത്തിന്റെ തോത് കൂടും എന്നുള്ളതാണ്. ജനുവരി 5 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും ഈ തോത് വളരെ വലിയ രീതിയിലേക്ക് കൂടാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സുപ്രീം കോടതി അടക്കം നിശ്ചിതമായിട്ടുള്ള വിമർശനം നടത്തുകയും സർക്കാരുകളോട് ഇതിനൊരു പരിഹാരം കാണാനായിട്ട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന കേന്ദ്രവും സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കേജ്രിവാൾ സർക്കാരും അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ ഡൽഹിയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഗുണകരമാകുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇങ്ങനെ വായു മലിനീകരണത്തിന്റെ തോത് കൂടുമ്പോൾ പല ഡീസൽ വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടാതിരിക്കുക, BS4 ഉള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, ഇതൊക്കെ മാത്രമാണ് ഇപ്പോഴത്തെ ഒരു നിയന്ത്രണ നടപടികൾ. അത് തന്നെ പരിഹാസ്യമാണ് ഈ വിധത്തിലുള്ള നടപടികൾ എന്നാണ് സുപ്രീം കോടതി പോലും വിമർശിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ സ്ഥായിയായിട്ടുള്ള ഒരു പരിഹാരം അത് ഉണ്ടായില്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾ വലിയ രീതിയിൽ വികസനത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴും രാജ്യ തലസ്ഥാനത്തിന് ജീവിക്കാൻ കൊള്ളാത്ത ഒരു നഗരമായി അത് മാറുന്നു എന്ന പേരുദോഷം അത് മാറ്റാനായിട്ട് ആർക്കും സാധിക്കാത്തതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. താങ്ക് യു രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.